നമസ്കാരം. കേരളത്തിനൊരു ഫിഷറീസ് വകുപ്പ് മന്ത്രിയുണ്ട് എന്നറിയുന്നത് ഒരുപക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലായിരിക്കും. 2-3 ദിവസങ്ങൾക്ക് മുൻപായിരിക്കും. കാരണം നമ്മുടെ കടപ്പുറത്ത് നിന്ന് പോയ 3 ചെറുപ്പക്കാർ, ഒന്ന് ശക്തികുളങ്ങര, മറ്റൊന്ന് മുതലപ്പൊഴി, മറ്റൊന്ന് വിഴിഞ്ഞം, ഈ 3 ഭാഗങ്ങളിൽ നിന്നും കാണാതായിരിക്കുന്ന 3 മത്സ്യത്തൊഴിലാളികൾ. ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഏറെ ദിവസങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രൈക്ക്, സമരമുണ്ട്. മഴയത്തിരുന്ന് വരെ അവർക്ക് സമരം ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ തള്ളിവിട്ടത് സത്യത്തിൽ ഈ സർക്കാരാണ് എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് ആ സമയത്താണ് ആരാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന വി അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് ഉദയം ചെയ്യുന്നു. അദ്ദേഹമാണത്രേ നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. ദിവസം എത്ര കഴിഞ്ഞു? 7 ദിവസങ്ങൾക്കുള്ളിൽ പോലും നാവെടുത്ത് കമ എന്നൊരക്ഷരം മിണ്ടാൻ കഴിയാതിരുന്ന ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് അബ്ദുൽ ഗഫൂർ. ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്നുള്ള പേരിൽ ഇപ്പോൾ ഇമ്പോസിഷൻ എഴുതി പഠിക്കേണ്ട ഗതികേടാണ് സത്യത്തിൽ. കാര്യം ഇതുവരെ മിണ്ടിയിട്ടില്ല. നാളിത്ര കഴിഞ്ഞു, ദിവസം എത്ര കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു ഇവരെല്ലാവരും, ഒരിടത്ത് രമേശ് ചെന്നിത്തലയും മറ്റൊരിടത്ത് വി.ഡി. സതീശനും, രണ്ടുപേരും രണ്ടിടത്തായി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? 11 ദിവസം പിന്നിട്ടിരിക്കുന്നു. 11 ദിവസം, അതായത് അല്ലെങ്കിൽ നമ്മുടെ കേരള തീരത്ത് നിന്നും പോയ 3 മത്സ്യത്തൊഴിലാളികൾ കടലിൽ കുടുങ്ങിപ്പോയിട്ട് 11 ദിവസം പിന്നിട്ടതിന് ശേഷം മാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇവിടേക്ക് എത്തുന്നത്, അവരുടെ വീടുകളിലേക്ക് എത്തുന്നത്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് വിഴിഞ്ഞത്തെ ജിജിയെ, അതായത് ജോണിൻ്റെ മകളെ മുഖത്തോട് മുഖം കാണാനുള്ള മടി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ ശക്തികുളങ്ങരയിലേക്ക് വരുന്നത്. ആ മകളെ നേരിട്ടൊന്ന് കാണാൻ വി.ഡി. സതീശന് ഒരുപക്ഷെ ചങ്കൂറ്റമില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരെ ഒന്ന് പോയി കാണില്ലേ? കണ്ടിട്ടില്ല ഇത്ര ദിവസം കഴിഞ്ഞിട്ടും. ഹെലികോപ്റ്റർ എടുത്ത് സ്വന്തം അമ്മായിയച്ഛനെ കാണാൻ പോകാനുള്ള സമയം ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. അതേ വി.ഡി. സതീശന് എന്തുകൊണ്ടാണ് സ്വന്തം നാട്ടിലെ, കേരളമെന്ന് പറയുന്ന സ്ഥലത്തെ, താൻ ഭരിക്കുന്ന നാട്ടിലെ ഒരു കടലിൽ കാണാതായ ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ മകളെ അല്ലെങ്കിൽ കുടുംബത്തെ പോയി കണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയാതെ പോയത്? ചെന്നിത്തല പോയി കണ്ടു. എന്നിട്ട് ചെന്നിത്തല വലിയ കാര്യമായി പറഞ്ഞു. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, ഒരു വിലപ്പെട്ട ജീവനാണ് ഒരു കുടുംബത്തിന് നഷ്ടമായത് എന്ന് ചെന്നിത്തല വലിയ കാര്യമായി പറഞ്ഞു. അതാലോചിച്ച് നോക്കൂ. വിലപ്പെട്ട ഒരു ജീവനാണ് കുടുംബത്തിന് നഷ്ടമായത്. ചെന്നിത്തല ജി എന്ന് പറയുന്ന ഈ മനുഷ്യന് സത്യത്തിൽ ഇപ്പോഴാണോ വെളിവുണ്ടായത്? അല്ലെങ്കിൽ ഇപ്പോഴാണോ നേരം വെളുത്തത്? ഇപ്പോഴാണോ മനസ്സിലാവുന്നത് ആ ജീവൻ, അതായത് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവൻ, ജിജിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ, അവർക്ക് 2 പേർക്കും അപ്പോൾ ഉണ്ട്. ഈ പറയുന്ന അവരുടെ അച്ഛൻ്റെ വേർപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതെന്നാണോ കരുതി വെച്ചിരിക്കുന്നത്? ജിനിൽ എന്ന് പറയുന്ന ഒരു മകൻ കൂടിയുണ്ട്. അപ്പോൾ ഈ 2 മക്കൾക്കും അച്ഛൻ്റെ ജീവൻ വിലപ്പെട്ടതല്ല എന്ന് തന്നെ ആയിരുന്നു ഇത്രയും കാലം രമേശ് ചെന്നിത്തല കരുതി വെച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊരു ബോധോദയം നമ്മുടെ ചെന്നിത്തല ജിക്കുണ്ടാവുന്നത്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. സത്യത്തിൽ ഇതിന് മുൻപേ അതായത് ഈ ഒരു അപകടം നടന്ന് ഏതാനും ദിവസങ്ങൾക്കകം ഇവിടെ പ്രത്യേകിച്ച് മലമറിക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇവിടുത്തെ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ മലമറിക്കുന്ന പരിപാടികളൊന്നുമില്ല. ഒരിടത്ത് പോലും പോയി, ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ ആണെങ്കിൽ തന്നെയും ഒരു കോർഡിനേഷൻ കൊടുത്തിരിക്കുന്നത് എം ലിജുവിനാണ്. എം ലിജു അവിടെ പോയില്ലെങ്കിൽ ഓക്കെ. അവിടെ പ്രളയമുണ്ടായി, അവിടുത്തെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആലപ്പുഴയുടെ ചാർജ് എം ലിജുവിനാണ്. അങ്ങനെ ഓരോരുത്തരും കൊടുത്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുൻ ആയങ്കിയുടെ പിന്നാലെയും ഒക്കെ പോയിരുന്നു. ഒക്കെ ഓക്കെയാണ്, ശരി തന്നെ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം, 11 ദിവസം എന്തുകൊണ്ട് വൈകി എന്നുള്ളതിന് മറുപടി പറയേണ്ടതുണ്ട്. 11 ദിവസത്തിനകത്ത് ഒരു തവണ പോലും ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിമാർക്കും അവിടെ ചെന്നെത്താൻ കഴിഞ്ഞില്ല, തലസ്ഥാനത്തുണ്ടായിരുന്നിട്ട് കൂടി. എന്തുകൊണ്ടാണ് അവർക്ക് ചെന്നെത്താൻ കഴിയാതെ പോയത് എന്നുള്ളതിന് മറുപടി അവർ പറയേണ്ടതില്ലേ? തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദിവസം 11 കഴിഞ്ഞപ്പോൾ അവിടേക്ക് നാണമില്ലാതെ വലിഞ്ഞു കയറി ചെല്ലുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മുഖ്യമന്ത്രിക്കും ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും എന്താണ് പറയാനുണ്ടാവുക? എന്തെങ്കിലും ഒരു മറുപടി അവർ പറയണ്ടേ? അത് പറയാൻ പോലും കാണില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയാണ് വിലപ്പെട്ട ജീവനാണ് ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടതെന്ന്. എവിടെയാണ് നിങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു കടലിലേക്ക് പോകുന്ന ഒരു മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കേണ്ട പരിഗണന നിങ്ങൾ ഈ പറയുന്ന ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ?
അവിടെ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ അവിടെ കെയർ ചെയ്യുന്നുണ്ട്, വിവരക്കേട് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണകാലത്തിൽ 100-ലധികം ആളുകൾ കടലിൽ കാണാതായി എന്ന് പറയുന്നതിലല്ല കാര്യം. അധികാരമേറ്റതിന് ശേഷം, നിങ്ങളുടെ അധികാരമേറ്റതിന് ശേഷം, UDF അധികാരമേറ്റതിന് ശേഷം 2 മാസം തികയുന്നതിന് മുൻപ് അല്ലെ 2 മാസം കഴിയുമ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയത് എത്ര പേരാണ് എന്നുള്ള കാര്യമല്ലേ, അതല്ലേ ചിന്തിക്കേണ്ടത്. അവരെ കണ്ടെത്താൻ വേണ്ടി, വെറും 3 പേരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് നടപടി ചെയ്തു? ഇതായിരുന്നു വ്യക്തമാക്കേണ്ടിയിരുന്നത്. എന്നാൽ അങ്ങനെ വ്യക്തമാക്കാൻ തക്ക ശേഷി അല്ലെങ്കിൽ അങ്ങനെ വ്യക്തമാക്കാൻ പറ്റിയ ഒരു ഇച്ഛാശക്തി ഇപ്പോൾ നിലവിലുള്ള മന്ത്രിസഭയ്ക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അവാസ്തവമാണ് എന്ന് കരുതാൻ കഴിയില്ല. അത് സത്യസന്ധമാണ്. പക്ഷേ അവാസ്തവമായ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി, എന്നിട്ട് അവരുടെ വീട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട്, എവിടെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്കുണ്ടോ? 1 മണിയായപ്പോഴാണ് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി കടലിലേക്ക് പോകുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കൊരു മുന്നറിയിപ്പ്, കാലാവസ്ഥാ പ്രവചനം വെബ്സൈറ്റിൽ വരുന്നത് 2 മണിക്കാണ്. 2 മണിക്കാണ് വെബ്സൈറ്റിൽ കാലാവസ്ഥാ പ്രവചനം വരുന്നത്. ഇതിനെ തുടർന്നുള്ള സൈറൺ, അതായത് മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൈറൺ വരുന്നത് 4 മണിക്കാണ്. അപ്പം കടലിലേക്ക് ഒരു മത്സ്യത്തൊഴിലാളി പുറപ്പെട്ടതിന് ശേഷം 3 മണിക്കൂർ കഴിയുമ്പോഴാണ് അവർക്കുള്ള മുന്നറിയിപ്പ് പോലും എത്തുന്നത് എന്ന് പറഞ്ഞാൽ എത്ര ശോചനീയമാണ് നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങൾ, എത്ര ഗതികെട്ട സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പം ഇവർക്ക് മത്സ്യത്തൊഴിലാളികളോട് വന്നിട്ട് പുച്ഛവും, അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നില്ല. ഇതിനു മുൻപ് അവർക്ക് ഈ പറയുന്ന കാലാവസ്ഥാ പ്രവചനങ്ങളോട് മത്സ്യത്തൊഴിലാളികൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും എന്ന് പറയുന്ന സമയത്തൊന്നും കാറ്റ് വീശുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്യുറസിയെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു വ്യക്തതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തിനാണ് പിന്നെ നിങ്ങൾ ഈ കാലാവസ്ഥാ നിർദ്ദേശം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നത്? എങ്കിൽ പിന്നെ നൽകാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥാ നിർദ്ദേശം മുന്നറിയിപ്പ് നൽകുന്നു, അവർ കടലിൽ പോയി 1 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. അവർ കടലിൽ പോയി വീണ്ടും 3 മണിക്കൂർ കഴിയുമ്പോൾ അവർക്ക് മുന്നറിയിപ്പിനുള്ള സൈറൺ മുഴങ്ങുന്നു. ഇങ്ങനെയാണോ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്? അതോ കടലിൽ പോകുന്നവരോടല്ല ഈ പറയുന്ന VD സതീശൻ തന്നെ പറഞ്ഞ എന്താ, നമ്മുടെ മുഖ്യമന്ത്രി കടലിൽ പോകുന്ന കടൽപ്പുറമാണല്ലോ അവിടുത്തെ അവസ്ഥ നമുക്കറിയാവുന്നതല്ലേ എന്നൊരു വാചകം പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ഒന്നാകെ, അല്ലെങ്കിൽ ജിജി പറയുന്നത് പോലെ, ജോണിൻ്റെ മകൾ ജിജി പറയുന്ന പോലെ, ഒരു കമ്മ്യൂണിറ്റിയെ ആകപ്പാടെ, ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ തെരുവിലിട്ട് വലിച്ചു കീറുന്നതിന് തുല്യമായ പ്രസ്താവന നടത്തുവാൻ എന്ത് അധികാരമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളത്? കടപ്പുറമടുത്ത് അവിടുത്തെ അവസ്ഥ അറിയില്ല എന്ന് ചോദിച്ചാൽ എന്താണ് VD സതീശൻ ഉദ്ദേശിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയെങ്കിലും സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി, എനിക്ക് നാക്കുപിഴ സംഭവിച്ചതാണ് എന്ന് എപ്പോഴെങ്കിലും നമ്മുടെ സതീശൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെ VD സതീശൻ പറയണമെങ്കിൽ സതീശൻ ഒരുപാട് കാര്യങ്ങൾക്ക് നാക്കുപിഴ സംഭവിച്ചു, അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറയേണ്ടി വന്നേനെ. കാരണം പല ഘട്ടങ്ങളിലും VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പുലർത്തിയിട്ടുള്ള ഒരു വൃത്തികെട്ട സമീപനമുണ്ട്. ഈ വൃത്തികെട്ട സമീപനം നാളെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇന്ന് ഇപ്പോൾ അവർ ചോദ്യം ചെയ്യാൻ ആ ജോണിൻ്റെ മക്കൾ തയ്യാറായി. കാര്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ അച്ഛനാണ്. ആ അച്ഛൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ വേദനയിൽ നിന്നുകൊണ്ട് സമാശ്വസിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യം ഇവിടെയില്ല. നമ്മുടെ VD സതീശൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സതീശൻ ഇപ്പോൾ പിന്നെ ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. VD സതീശൻ ഇതാണ് പറഞ്ഞത്, സതീശന് അങ്ങോട്ട് പോകാൻ പേടിയാണ്, വിഴിഞ്ഞത്തേക്ക് പോകാൻ. കാര്യം വിഴിഞ്ഞത്തേക്ക് പോയി ആ കുട്ടി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും സതീശൻ. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വിഴിഞ്ഞത്തേക്ക് പോകാൻ പേടിയാണ്. ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്ക് വന്നു. അവിടെയും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഈ മുഖ്യമന്ത്രി വരുന്ന 11 ദിവസത്തേക്ക് ശേഷമാണ് നീ. അങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു മുഖ്യമന്ത്രി? എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. അവിടെ എത്രയും പെട്ടെന്ന് എത്തിയതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായി ഒരു കോർഡിനേഷൻ സംഭവിക്കണമായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്കറിയാം കടലിലെ ഒഴുക്കങ്ങോട്ടാണ്, അവിടെ എത്ര നോട്ടിക്കൽ മൈലാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളെല്ലാം കടപ്പുറത്തുള്ളവർക്കറിയാം. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരതിൽ പരിണിതപ്രജ്ഞരാണ്. പക്ഷേ എന്നിട്ട് കൂടി അവരോട് ചോദിക്കാതെ ഇവിടെ തെരച്ചിൽ പോലും വൈകിപ്പിച്ചു. ആ കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടി മാത്രമാണോ ഇവിടുത്തെ കോസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ ഒരു തെരച്ചിൽ നടത്തുന്നത്? അപ്പോൾ അതല്ല വേണ്ടിയിരുന്നത്. അത് കൃത്യമായി ഓർഗനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാണ്. 8-9 ദിവസം കഴിഞ്ഞിട്ടല്ല ഞങ്ങൾ നേവിയെ വിളിച്ചു, അവരെ വിളിച്ചു, ഇവരെ വിളിച്ചു എന്ന് പറയേണ്ടത്. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എന്നിട്ട് പിണറായി വിജയൻ്റെ കാലത്ത് അങ്ങനെയാണോ ചെയ്ത് ഇങ്ങനെയാണോ ചെയ്തതെന്ന് ചോദിക്കുന്ന തൻ്റെ ഇടമില്ലായ്മയുണ്ടല്ലോ, നട്ടലില്ലായ്മ. അവർ അങ്ങനെ ചെയ്തെങ്കിൽ അതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ പൊതുജനം VD സതീശൻ അടക്കമുള്ള UDFകാരെ ഇവിടെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റിയത്. എന്നിട്ട് എന്ത് ചെയ്തു?
പൊതുജനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പറയുന്ന പുതിയ മന്ത്രിസഭ എന്ത് ചുക്കും എന്താണ് ചെയ്തത്? അതാണ് പൊതുജനത്തിന് അറിയേണ്ടത്. എന്ത് ചെയ്തു? ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താ ചെയ്തത്? തെരച്ചിലിന് വേണ്ടി എന്ത് ചെയ്തു? അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല, ഓക്കെ, ജീവൻ രക്ഷിക്കേണ്ട. അറ്റ്ലീസ്റ്റ് അവരുടെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കാനെങ്കിലും ഈ പറയുന്ന ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിനിയോട്ട് കഴിയാനും പോകുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പിന്നെ വെറും നാടകത്തിൻ്റെ ഭാഗമല്ലേ? അവിടെ പോയി കാണുന്നു, ഇവിടെ പോയി കാണുന്നു, ഇതൊക്കെ വെറും നാടകത്തിൻ്റെ ഭാഗമാണെന്ന് ഏത് പൂച്ചക്കുഞ്ഞിന് പോലും അറിയാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ.